ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നു. മക്കളെ, ഉടമ്പടി വാഗ്ദാന പ്രകാരം വാഗ്ദാനം പ്രാപിക്കുന്ന സമയമാണിത്. ശരീരത്തിൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ജീവിത മണ്ഡലങ്ങളിലെ എല്ലാ തടസ്സങ്ങളും മാറുകയും കടങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം പാലിക്കാൻ വേണ്ടി ആണ് ദൈവം വാഗ്ദാനം നമുക്ക് പാലിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നത്. അതിനെക്കുറിച്ചായിരുന്നു അച്ഛൻ ഈശോയിലൂടെ സംസാരിച്ചത്. ഇപ്പോഴേ ദൈവവാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യങ്ങളുടെ മേലെ ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. സർവമാന രോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ച് സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, അന്ധന് കാഴ്ച നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, അങ്ങയുടെ തിരുനാമത്തിന്, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എല്ലാ കരൾ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. നടുവേദനക്കാരെ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ, കിഡ്നി കല്ലുള്ളവരെ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. തലവേദനക്കാരെ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. വാതരോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ രക്തം മഹാരോഗികളുടെ മേൽ, മാരക രോഗികളുടെ മേൽ പതിക്കട്ടെ. മാരക രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആർഎസ്എസ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, അണ്ഡാശയത്തിലെ മുഴകള്, ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങള് യേശുനാമത്തിൽ മാറിപ്പോടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മുതുകത്തുനിന്ന് ആരംഭിച്ചതാണ് വെള്ളപ്പാണ്ടിൻ്റെ രോഗം. ഇപ്പോഴത് ചില മറ്റ് ശരീരഭാഗങ്ങളും കാണുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തിരുത്തത്താൽ കഴുകി പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടുകൾ കൂച്ചതിന് ശേഷം എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പ്രായം ചെന്ന വ്യക്തിയാണ്, വീട്ടിലുള്ള ആളാണ്. പക്ഷെ നിങ്ങൾക്കും മുട്ടിന് വേദനയുള്ളവർക്കും ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റാത്തവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. ആ വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നല്ലവനായ ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവരെ, മുട്ടിന് അസുഖമുള്ളവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, മുട്ടിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ വിശുദ്ധ ദർശനത്തില് കാണിച്ചതുപോലെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ എല്ലാവരെയും സ്പർശിക്കണമേ. മൂക്കിനും ഗന്ധം അനുഭവിക്കുവാൻ പറ്റാത്തവരെ സ്പർശിക്കണമേ. ചെവി കേൾവിക്കുറവുള്ളവരെ സ്പർശിക്കണമേ. നാവിന് രുചിയില്ലാത്തവരെ സ്പർശിക്കണമേ. തൊണ്ട രോഗികള്, തൈറോയ്ഡ് രോഗികള്, പ്രോസ്റ്റേറ്റ് രോഗികള് യേശുനാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം.
യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും കല്യാണം താമസിക്കുന്നവർക്ക് വേണ്ടിയും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയും വീട് സ്ഥലവുമില്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുന്ന ജനിതക ദുരിതങ്ങള്, ജനിതക തടസ്സങ്ങള് യേശുനാമത്തില് ഇപ്പോൾ മാറിപ്പോകട്ടെ. അടുത്ത വർഷം മക്കളോട് കൂടി ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഈശോയെ നിറയട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഇന്റർവ്യൂവിന് ടെസ്റ്റിന് കഴിഞ്ഞവർ അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മാസവും ഏപ്രിൽ മാസവും പുതിയ ഇൻ്റർവ്യൂവിന് ടെസ്റ്റിന് ഡേറ്റ് കുറിച്ച് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ വിചിത്രമായ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ജേണി, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ജോലി, ആ വിഷയങ്ങൾക്കെല്ലാം ഡേറ്റ് കിട്ടിയവർ ഇപ്പോഴാ ഡേറ്റ് മനസ്സിൽ ഓർക്കുക. ഡേറ്റും ടൈമും കർത്താവിൻ്റെ അത്താറയിലെ പ്രധാനപ്പെട്ട പരിഗണനയിലൊന്നാണ്. അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അമ്മ സഞ്ചാരത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ സഞ്ചാരം അനുഭവവേദ്യമാക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് നിനക്ക് ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ഉടമ്പടി ചെയ്യാത്തവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേലും ഉള്ള തീയതികളെയും ഡേറ്റുകളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് പ്രാർത്ഥനാപൂർവം ഏൽപ്പിക്കേണ്ട സമയമാണ്. ഇപ്പോൾ സർവാംഗം ശരീരത്തിന് ചെതുക്കലുള്ളവർ, ദാറ്റ് മീൻസ് ചിരങ്ങുകൾ, ത്വക്ക് രോഗങ്ങളുള്ളവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടുകയും അത്ഭുതകരമായി ദൈവം അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. സൂര്യയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ മഹത്വം. ഏറ്റു പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, നല്ലവനായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, കർത്താവേ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സാമ്പത്തിക ബാധ്യതകളാല് നട്ടം തിരിയുന്നവര്, കടക്കാരുടെ ഭീഷണിയില് മനം വെന്തുരുകുന്നവര്, അമ്മ മാതാവേ എല്ലാവർക്കും വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ജീവിത പ്രാരാബ്ധത്താൽ മനസ്സ് തളർന്നവര്, നിസ്സഹായായി മാറിയവര്, ആരും സഹായിക്കാനില്ലാത്തവര് ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ. ഉള്ളിലെ നൊമ്പരങ്ങള് മാറുകയും പകരം ആത്മവിശ്വാസത്താൽ നിറയുകയും ചെയ്യട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ മഹത്വം, മഹത്വം. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ ഇപ്പോൾ ഓർക്കുക.
അടുത്ത മാസം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ആശുപത്രിയിൽ കിടക്കുന്ന കുറേ രോഗികളുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ രക്താർബുദത്തെക്കുറിച്ചൊരു മാൾ എന്നോട് സംസാരിച്ചു. രാവിലെ കടുത്ത മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് വേറൊരു അച്ഛൻ എന്നോട് സംസാരിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് അവരും അവരെപ്പോലെ അതേ രോഗത്താൽ വേദന അനുഭവിക്കുന്ന എല്ലാവരും സൗഖ്യത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയണം, കർത്താവിൻ്റെ ശക്തി ഒഴിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ, അഡ്മിഷൻ, ജോലികൾ, ഓഫീസ് മൊബിലൈസേഷൻ, ഓഫീസ് ഏടാകൂടങ്ങൾ, ഫയൽ നീക്കങ്ങൾ, കുരുങ്ങിപ്പോയ എല്ലാ അവസ്ഥകളും, ലോണോട് ബന്ധപ്പെട്ട സാങ്കേതിക കുരുക്കുകൾ, എല്ലാ കുരുക്കളും അഴിയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെള്ളമില്ലാത്ത അവസ്ഥകൾ ഇപ്പം ഈ ആഴ്ച തന്നെ 3 സാക്ഷ്യങ്ങളായി. 20 കൊല്ലമായിട്ട് കിണറിൽ വെള്ളമില്ല. ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് 13 അടി വെള്ളം തന്നെന്നൊക്കെ പറഞ്ഞില്ലേ ആൾക്കാർ. കുഴൽക്കിണറും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിട്ടപ്പോൾ വേറെ വെള്ളമില്ലാത്തത് കൊണ്ട് വേറെ കിണർ കുഴിക്കുന്നതിന് മുമ്പ് ചെയ്ത ഒരു പ്രാർത്ഥനാ പരീക്ഷണമാണ് അവർ ചെയ്തത്. പക്ഷെ അവരത് വിശ്വസിച്ചാണ് ചെയ്തത്. അപ്പോൾ വെള്ളം ഉയർന്നു വന്നു. അങ്ങനെ ജീവിതത്തിലെ വിസ്മയവഹമായ എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഉടമ്പടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മണ്ഡലങ്ങളും അച്ഛൻ ഇവിടുന്ന് എന്തെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ കാര്യങ്ങൾ, എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഈശോ കേട്ടിട്ടുണ്ട്. നിങ്ങളത് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഓരോ മക്കളും ഇപ്പോൾ മനസ്സിലോർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിച്ച കാര്യങ്ങളുടെ മേൽ അവരുടെ കഴിവിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കൃപയാൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുകയും അവരുടെ സങ്കടങ്ങൾ അവസാനിച്ച് സാക്ഷ്യം പറയാൻ കർത്താവേ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. നിറച്ച വസ്തു എടുക്കുക. നിറച്ച വസ്തുക്കൾ എടുക്കുക. നിറച്ച വസ്തുക്കൾ എന്തൊക്കെയാ? പത്രവും പിന്നെ നിങ്ങൾ നമ്മുടെ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നിറച്ച വസ്തുക്കൾ എടുക്കുക. പത്രം ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ, ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ഈശോ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഉടമ്പടി അനുസരിച്ച് പത്രം വീടാന്തോറും വ്യക്തികൾ തോറും നമ്മൾ വിനയത്തോടെ ശുശ്രൂഷ ചെയ്ത് അവിടേക്ക് ഈശോനെ അമ്മയെപ്പോലെ ഈശോന് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്തൊരു പണിയാണ്. അത് എളിമയോടെ നിങ്ങൾ ചെയ്യണം. ആരെ ഏൽപ്പിക്കരുത്. ആങ്ങളമാരൊക്കെ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് പെങ്ങന്മാരെ കൊണ്ട് നീ കൊണ്ടേ കൊടുക്കാൻ പറയരുത്. നിങ്ങൾ തന്നെ ആരാണ് ഉടമ്പടി ചെയ്തത് അവർ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഉടമ്പടിയിലെ ഏറ്റവും
അനുഗ്രഹമുള്ള എന്നാൽ ഏറ്റവും ക്ലേശം പിടിച്ചൊരു ജോലിയാണ് ഈ പത്രത്തിൻ്റെ കൊടുക്കൽ. പള്ളിയിലൊന്നും കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. പള്ളിയിലൊന്നും കൊണ്ട് വെച്ചേക്കരുത്, കൊടുത്തോ, പക്ഷേ പള്ളിക്ക് കൊണ്ട് വെക്കരുത്. ആൾക്കാരുടെ അടുത്ത് കത്തിച്ച് കളയുന്നത്. കാര്യം ഒരു പള്ളിയിൽ കൊള്ളാവുന്നതൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പള്ളിയിൽ പത്രം കൂടുതലാകും. 200 വീട്ടുകാരേ ഉള്ളൂ. 2000 പത്രം ഉണ്ടെങ്കിൽ ബാക്കി 1800 പത്രവും അവിടെ കാറ്റത്ത് പറഞ്ഞ് നടന്ന് ദൈവത്തെ അപമാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പള്ളിക്കൊണ്ടേ പത്രം വെക്കരുത്. നിങ്ങൾക്ക് പറ്റണത് ബ്രദർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ മാർച്ച് മാസത്തത് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ 31-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. ഏപ്രിൽ മാസം കൊടുക്കാൻ പാടില്ല. മാർച്ച് മാസമാണ്, മാസമാണ് പരിശുദ്ധ പ്രവർത്തനം. മാർച്ച് 31-ന് മുമ്പ് പത്രം കൊടുത്ത് തീരണം. അപ്പോൾ പാലക്കാട് ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, അവർ തൃശ്ശൂർ കൊണ്ടുവന്ന് വിമലപ്പള്ളി കൊണ്ടുവന്നാണ് പത്രം കൊടുത്തത്. പാലക്കാട് അവരുടെ പള്ളിയിൽ കൊച്ചു പള്ളിയാണ്. അതുകൊണ്ട് പള്ളിയിലെ ആൾ കുറവാണെങ്കിൽ ഉള്ള പള്ളി കൊണ്ടുപോയി കർത്താവിനോട് തന്നെയല്ല പറഞ്ഞൊക്കെ കൊടുക്കണം നിങ്ങൾ. കാരണം നിങ്ങൾക്ക് സാക്ഷ്യം, നിങ്ങളുടെ മുമ്പിൽ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. അല്ല പത്രത്തിൽ തന്നെ സാക്ഷ്യമുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്ത യൂട്യൂബിൽ നിന്ന് ആൾക്കാർ പറയുന്ന സാക്ഷ്യം കേൾക്കാം. അപ്പം അത്രയും സുന്ദരമായ ദൈവം ഇതെല്ലാം ഒരുക്കിയിട്ട് നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങൾ കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമുക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യം അതിൻ്റെ അപ്പുറത്തതും. ആ ജോർജ് അപ്പച്ചൻ്റെ സാക്ഷ്യം കേട്ടില്ലേ, അത് പറയാൻ മറന്നുപോയി. എന്നാ സംഭവിച്ചത്, ഉടമ്പടി ചെയ്തപ്പോൾ ഒരു കാശുരൂപം കൊടുത്ത് 5-ാം മാസം അപ്പച്ചൻ കാശുരൂപം നെഞ്ചത്ത് ഒരു മാലയിലിട്ട്. കായലിൽ പണിക്ക് പോകുന്ന ആളാണ്, മാല ഉപയോഗിക്കാറില്ല. പക്ഷേ കാശുരൂപം കിട്ടിയതിന് ശേഷം മാല, ആ കാശിൽ വിടാൻ വേണ്ടി മാല ഉപയോഗിച്ചു. 3-ാം വെക്കം ഒരു സംഭവം നടന്നു. എന്നാ പറഞ്ഞത്, ഒരു പുണ്ണുപോലൊരു സംഭവം 10-12 വർഷമായിട്ട് നെഞ്ചത്തുണ്ടായിരുന്നു. അതിനെ ഇനി കാണിക്കാൻ ഡോക്ടർമാരില്ല. മരുന്ന് കഴിക്കും, ചെറുതായിട്ടൊന്ന് വാടും, പിന്നെയും പഴുക്കും. ഇങ്ങനെ അവസാനം ആ മനുഷ്യൻ അത് ഉപേക്ഷിച്ചു. പഴുക്കട്ടെ, ഇരിക്കണ പാട്ട് ഇരിക്കട്ടെ, ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നു. പക്ഷേ കാശിൽ വിട്ട് 3-ാം പക്കം കാശിൽ അതുമായിട്ട് മുക്തിയതാണ് കണ്ടത്. അത് അപ്രത്യക്ഷമായിരുന്നു. അതാണ് നേർച്ച വസ്തുക്കളുടെ ഒരു രീതി എന്ന് പറയണത്. അപ്പോൾ ദൈവസാന്നിധ്യമാണ് അത് സംഭവിക്കുന്നത്. നിങ്ങളെല്ലാം യൂട്യൂബിലുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് തന്നെ യൂട്യൂബ് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ചെറുപ്പക്കാരികളെ നിങ്ങൾക്ക് പരിചയമുള്ളവർ പോയിട്ട് ആ വീഡിയോ കാർഡ് വെച്ച് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് മാറ്റണം. പക്ഷെ അതുകൊണ്ടായില്ല, അത് 5% ആയുള്ളൂ. നിങ്ങൾ ദൈവത്തിന്, ലോകത്തിന് ഈശ്വരനെ കൊടുക്കുന്ന പണിയാണ്. അതുകൊണ്ട് അത് ഷെയർ ചെയ്യണം. ഇവിടുന്ന് ഞങ്ങൾ 3 സാക്ഷ്യം വീതം ഓരോ ദിവസവും യൂട്യൂബിലിട്ട് തരും. അതപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. ഉടനെ ഷെയർ ചെയ്യണം. ചുമ്മാ ഷെയർ ചെയ്താൽ പറ്റത്തില്ല. ഞങ്ങളൊക്കെ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ച്, കർത്താവെ ഷെയർ ചെയ്യുന്നവൻ ഏത് നിരീശ്വരവാദിയായാലും ശരി അവന് വിശ്വാസം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഷെയർ ചെയ്യാൻ. അതാണ് സുവിശേഷ വേല. അതൊക്കെ നിൻ്റെ മനസ്സ് ദൈവം സത്യസന്ധമാണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഓ ഇപ്പോൾ ഞാൻ പള്ളിക്കാരനായി മാറിയല്ല, എന്നാൽ നീ പോയി രൂപക്കൂട്ടി ഇരിക്കടാ, ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട. പക്ഷേ ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവിടെ അഡ്മിൻ നിങ്ങളെ ഡിസ്മിസ് ചെയ്ത് കളയും. അപ്പോൾ സന്തോഷം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നീ അവർക്ക് ഷെയർ ചെയ്യാതിരിക്കരുത്. കാര്യം വാട്സപ്പ് ഗ്രൂപ്പിനെ നീ വിഗ്രഹമാക്കരുത്. അത് ആരായാലും ശരി, നാളെ എന്നെ ഈ ഗ്രൂപ്പിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒരു ദൈവത്തിൻ്റെ ആളായിട്ട് കണ്ടാലും കുഴപ്പമില്ല, ഞാൻ ബോൾഡായിട്ട് കർത്താവിനെ ലോകത്തിന് കൊടുക്കും എന്ന് ബോധപൂർവം. കാര്യം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നമ്മൾ വളരെയേറെ പ്രയോജനത്തോടെ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കണതാണ്. അത് 10-മുക്കാൽ ആൾക്കാരും വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. കാര്യം നിങ്ങൾ നോക്കിക്കോ, എല്ലാം വേണേൽ പരിശോധിച്ചോ. ഇവിടെ അമ്മ ചെയ്യുന്ന അത്രയും വലിയ കാര്യങ്ങൾ, അത്ഭുത കാര്യങ്ങൾ, അടയാള കാര്യങ്ങൾ അപൂർവമാണ് കാണാൻ. അപ്പം അതുകൊണ്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ ആദ്യം നമുക്കാണ് ഉത്തരവാദിത്വം. അപ്പം അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയണത്, ഈ അമ്മ എപ്പോഴും ഇവിടെ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ അച്ഛനായിട്ട് ഞാൻ ഇപ്പോഴും രൂപതാ വൈദികനാണ്. പക്ഷേ ഞാൻ മിഷണറി ആകാൻ വേണ്ടി പോയ ആളാണ്. ആ കഥ കൊണ്ടാണ് രൂപതാ വൈദികനായത്. ആ കഥ തന്നെയല്ല, ദൈവത്തിൻ്റെ പദ്ധതി രൂപതയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവഹിതം അങ്ങനെയായത്. പക്ഷേ എന്നാൽ രൂപതയിലും അച്ഛനായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഉടുപ്പിൻ്റെ കളർ മാറ്റി മിഷണറി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ എന്നാ നിങ്ങൾ ഓരോ പത്രം കൊണ്ടേ കൊടുക്കണില്ല ഓരോ സ്ഥലത്ത്. നിങ്ങൾ എവിടുത്തെ മിഷണറിയാണ്?
ഇവിടുത്തെ കർത്താവിൻ്റെ മിഷണറിയായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മളെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ ദൈവസാന്നിധ്യം വെളിവാകും. അതുകൊണ്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം അത് അമ്മ പ്രത്യക്ഷപ്പെട്ടത് മഹാസംഭവമായത് കാരണം നമ്മൾക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഭയാണ് അത് പഠിക്കേണ്ടത്. സഭയാണ് എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറയേണ്ടത്, എന്താണ് അമ്മ ഉദ്ദേശിക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മ ആ വിഷയത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യം അതാണ്. അവർ പറഞ്ഞു കേട്ടില്ലേ, റിസൾട്ട് വരാൻ നേരത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 പ്രാർത്ഥന ചൊല്ലിയെന്ന്. അപ്പം അതാണ് മർമ്മം, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ മർമ്മം. അപ്പം അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പോരാ, സഭ ഇത് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും ചുവപ്പ് നിറം, രാത്രി ചുവപ്പ് നിറം കണ്ട അല്ലാതെ പേടിക്കും. പേടിയുടെ കാര്യം അറിയത്തില്ല. എന്തോ കുഞ്ഞുനാളിൽ തട്ടിയ ഒരു പേടിയാണ്. ഡ്രാക്കുളയ്ക്ക പിശാസിനെ ചുവപ്പ് കണ്ണാണ് എന്ന് എന്തോ ഒരു തെറ്റായ ബോധ്യം കിട്ടി. കാരണം രാത്രി ചുവപ്പ് കാണുമ്പോൾ പേടിച്ചു പോകും, ചുവപ്പ് ലൈറ്റ് കാണുമ്പോൾ. ഇപ്പോഴാ വ്യക്തി ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. വെള്ളക്കായുടെ അലരി അടർന്നു പോയ പോലെ ഒരു വ്രണം. മൂക്കായുടെ അലരി അടർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു എൻ്റെ മുഖം നോക്കിയാൽ? നടുക്കൊരു കുഴിയും അപ്പുറത്ത് ഇപ്പുറത്ത് 3 സ്ഥലത്ത് ഇങ്ങനെ മുന്തി നിൽക്കും. ഇപ്പം നടുക്കൊരു കുഴിയും 3 സ്ഥലത്ത് മാംസം ഉന്തി നിൽക്കുകയും ചെയ്യുന്ന വ്രണത്തെ, കരിയാത്ത വ്രണത്തെ ഇപ്പോൾ ഈശോ പൂർണ്ണമായി സുഖപ്പെടുന്ന കൈ അടിച്ച് കർത്താസുള്ള വളരെ സ്ലോയാണ് എല്ലാ കാര്യങ്ങൾക്കും. മാനസികമായ ഡിപ്രഷനാണ് അസുഖം. അതായത് ഒരു പാത്രം എടുക്കാം, അല്ലെങ്കിൽ ഒരു പത്രം എടുത്തുകൊണ്ട് വരാനോ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അതായത് 3 ഇരട്ടി സ്ലോ. ശരിക്കും മാനസിക രോഗത്തിൻ്റെ ഡിപ്രഷൻ്റെ ഒരു രോഗമാണിത്. 3 ഇരട്ടി സ്ലോയാണ്. ഈ വ്യക്തിയെ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് ക്യാൻസർ സുഖപ്പെടുന്നു, തൊട പഴുത്തതായിട്ട് കാണുന്നു, മുട്ടിന് മുകളിലിരുന്ന് പഴുത്തതായിട്ട് കാണുന്നു, അസ്ഥിയാണ് മാംസമാണെന്ന് അറിയില്ല. ഈ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. കൈ എപ്പോഴും ഇങ്ങനെ വെളുത്തോണ്ടിരിക്കും, പക്ഷെ ഭാരം കൂടും, പക്ഷെ ബലമില്ല. കൈ വെളുത്തോണ്ട് വരുന്നു, ഭാരം കൂടുന്നു, നീര് വെക്കുന്നു, പക്ഷെ ബലമില്ല. ഇടത് കൈയാണ് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. കണ്ണട മറച്ചു വെക്കാൻ എപ്പോഴും കൗതുകം തോന്നും. കണ്ണിന് പക്ഷേ അസുഖമാണ് താനും. കണ്ണിന് കാഴ്ചക്കുറവ് മങ്ങി വരുന്നു. ആ 2 കണ്ണുകളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൂചന. കണ്ണട മറച്ചു വെക്കാൻ കൗതുകം തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിൻ്റെ ചില കണ്ണടയ്ക്ക് 2 ലെൻസ് ഉണ്ടാവും. ആ ചെറിയ ലെൻസ് ആണ് കൂടുതൽ. അത് വെക്കുമ്പോൾ തോന്നും അതൊന്ന് മറച്ചു വെച്ചാൽ, അത് മുകളിലാക്കി പ്ലെയിൻ താഴെ വെച്ചാലോ എന്ന് തോന്നും. അതിൻ്റെ സ്വസ്ഥത കൊണ്ടാണ് അങ്ങനെ തോന്നിപ്പോണത്. പക്ഷേ എന്നിട്ട് അത് ശരിയാകത്തില്ല. ഇപ്പോഴും ആ വ്യക്തി 2 2 പല്ലുകൾ, വണപ്പല്ലുകൾ വലതുവശത്ത് താഴെ മുകളിലും 2, ഒരു നടുക്ക് ഇടത് താഴെയുള്ള പല്ലിന് ഇടത് അണയ്ക്ക് ഒരു പല്ല് മാത്രമില്ലാതെ ബാക്കി എല്ലാ പല്ലുകളും ഉണ്ട്. പക്ഷേ ഈ 3-4 പല്ലുകൾ ഭയങ്കര വേദനയാണ്. ആ വേദനയെ കർത്താവ് ഇപ്പോഴും മോണസഹിതം ഉൾപ്പെടെ സുഖപ്പെടുത്തണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 7 എന്ന് ഈശോ പറഞ്ഞിട്ട് മനസ്സമ്മതമാണ് ഈശോ കാണിക്കുന്നത്. അതായത് മനസ്സമ്മതത്തിൻ്റെ ചെറിയ പാർട്ടി കാണിക്കുകയാണ്. അതായത് ഈ 7 പേർക്ക് വിവാഹ തടസ്സം, രൂഢമൂലമായ വിവാഹ തടസ്സം, അല്ലാതെ 10-20-25 വയസ്സുകാരുടെ കല്യാണമല്ല. ഏജ് ഓവറായിട്ടും മറ്റു പല കാര്യങ്ങളെ കൊണ്ടും കല്യാണം വർഷങ്ങളുടെ നടക്കാത്ത ആൾക്കാരുടെ 7 പേരുടെ തടസ്സങ്ങളെ പൂർണ്ണമായി മാറ്റുന്ന കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. നിരന്തരം ശ്രുതി പ്രാർത്ഥിക്കുക. നിരന്തരം
പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു സാധു വിധവ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, യജമാനനെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുക പതിവായിരുന്നു. ഞാൻ പെടുന്നില്ല, മനുഷ്യനെ വിളംബം വരുത്തുമോ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കൈയിട്ടിച്ച് കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിന് അഭിഷേകമായി വന്ന വചനമാണിത്. ലൂക്കായുടെ സുവിശേഷം 18:1 മുതൽ 8 വരെ വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെ വചനങ്ങൾ. ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ വചനങ്ങളിൽ ഏറ്റവും അവസാനത്തെ വചനമാണ് അനോയിൻറ്റിങ് ആയത്. അതായത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ പറഞ്ഞ് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോനോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേ? ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കണത് എന്താണെന്ന്. ദൈവം നമ്മളിൽ എത്ര സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടു? 10-22 സാക്ഷ്യങ്ങൾ കേട്ടു അല്ലേ? ഉടമ്പടി പ്രാർത്ഥനയും തുടങ്ങി കഴിഞ്ഞപ്പോൾ, മാതാവ് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സാക്ഷ്യത്തിന് പൊലിമയായത്. സാധാരണ അത്രയും അമ്മ ഇറങ്ങി നിന്ന സ്ഥലമല്ലേ എനിക്ക് അന്ന്. പക്ഷേ എനിക്കതിന് പേടിയായിരുന്നു. ഒരു ചെറിയ ഒരു ആസ്പെക്ടോ ഷീറ്റിൽ ചെറിയൊരു ധ്യാന കേന്ദ്രം, ഒരു 10-200 ആൾ പങ്കെടുക്കുന്ന കാലത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എനിക്കത് പുറത്ത് പറയാൻ, ഞാൻ അത് പറഞ്ഞു അന്ന് തന്നെ, ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ സംഭവിച്ചത് മുഴുവനും എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് ഔദ്യോഗികമായിട്ട് ഇതൊരു പ്രാർത്ഥനയാക്കി മാറ്റുക, ഇതിന് പ്രത്യേകിച്ച് അമ്മയ്ക്കൊരു പീഡ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് പേടിയായിരുന്നു ശരിക്കും പറഞ്ഞു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഉണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവ് ഇഫക്റ്റ് എന്താണ്, അതിനെ ഒരു ദോഷക ദൃക്കുകൾ എങ്ങനെ അതിനെ വളച്ചൊടിച്ചിട്ട് അവസാനം ധ്യാനകേന്ദ്രത്തിൽ തന്നെ അത് കരുതേക്കേണ്ട കണ്ടീഷൻസ് ആകുമോ? പക്ഷേ ഞാൻ വാടിപ്പെട്ടി ചെന്നതിന് ശേഷമാണ് അവിടെ നിന്ന് എനിക്ക് അകത്ത് കയറാൻ എന്നെ അമ്മ അനുവദിക്കാതിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. കാര്യം എനിക്ക് കയറാൻ പറ്റില്ല. എന്തെങ്കിലും കാശ് മുടക്കി അവിടെ ചെന്നിട്ട് പള്ളി കയറാൻ പറ്റില്ല, കയറണ്ടെന്ന് പറഞ്ഞു. കാര്യം നിൻ്റെ മുമ്പിൽ വന്നതിനേക്കാൾ എത്രയോ ഷെയ്ഡായിട്ടാണ് ഇവിടെ ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങളിവിടെ ചെയ്തു വെച്ചിട്ട് കണ്ടില്ലേ, ഇത് നിനക്ക് കിട്ടിയ അനുഭവങ്ങൾ നീ പ്രൊക്ലെയിം ചെയ്യണമെന്ന്. ആദ്യം അമ്മ 15 സെക്കൻഡ്, 15 മിനിറ്റ് അല്ല, 15 സെക്കൻഡ് കൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. അതൊന്നും മുടക്കി കളഞ്ഞത് കേട്ടാ. അതാണ് ബേസ്മെൻറ്റ്. കൃപാസനം ഇങ്ങനെ തുറന്ന് മലന്ന് ആയിരങ്ങൾ ഇവിടെ വരാൻ കാരണം ആ ഒറ്റ പ്രാർത്ഥനയാണ്. 15 സെക്കൻഡ് കൊണ്ട് അമ്മ തന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന്. അതിനുശേഷം പിന്നെ വന്നത് എന്താ, അങ്ങനെയാണ് A+ ഗ്രേഡ് അനുഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. പണ്ടൊരു B+ അനുഗ്രഹങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നതല്ല. ഇപ്പോഴും ഗ്രേഡ് കൂടിയ അനുഗ്രഹങ്ങളാണ്. അതായത് തകർച്ച വന്ന് ഇനി ഒരു വഴി മുമ്പിലില്ലെങ്കിൽ കൃപാസനം മാതാവ് ഉണ്ടെന്ന രീതിയിലായി കാര്യങ്ങൾ. ആ രീതിയിലായി ശരിക്കും.
അമ്മയുടെ പേരിൽ ഞാൻ പോലും ആൾക്കാരെ വിളിക്കുകയോ തൊടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെ മേലും ആരാധനയുടെ മേലും അമ്മയുടെ ഒരു കയ്യൊപ്പ് കൂടി കിട്ടിയപ്പോഴാണ് നമുക്ക് 22 സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. ഞാൻ പ്രസംഗം കുറയ്ക്കുകയും സാക്ഷ്യം കൂട്ടുകയും ചെയ്യണമെന്ന് കഴിഞ്ഞ ആഴ്ച ആഗ്രഹിച്ചതാണ്. സാക്ഷ്യം കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല, സാക്ഷ്യം കിട്ടാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും ഇപ്പോൾ ഞാൻ 2 പേര് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ചേച്ചി ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 18 സാക്ഷ്യങ്ങളും അവർ സ്വന്തമായി വന്ന് രേഖപ്പെടുത്തുന്നതാണ്. സാക്ഷ്യപ്പെടുത്തേണ്ടതാണല്ലോ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവോ? സാക്ഷ്യപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ, ദൈവം മഹത്വപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം തിരിച്ചെടുക്കും. ഒരിക്കലും സാക്ഷ്യത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ ഗുണങ്ങളൊന്നുമല്ല. സാക്ഷ്യപ്പെടുത്താതിരുന്നാൽ ദൈവം മഹത്വപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ സംഭവിക്കണത്? നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളുടെ സാധ്യം മാത്രമേ ഉള്ളൂ. കാര്യസാധ്യത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് ദൈവത്തെ ഒത്തിരിക്കാലം ദുർവിനിയോഗിക്കാൻ പറ്റത്തില്ല. അവളോ അവനോ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും എന്നെപ്പോലെയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പോയി സാക്ഷ്യം പറയൂ, ദൈവം മഹത്വപ്പെടുത്തട്ടെ. ദൈവം മഹത്വപ്പെട്ടാൽ എന്താ ഗുണമെന്നറിയാവോ? പിന്നെ നമ്മൾക്ക് ജീവിതത്തിൽ എന്നുമ്പോൾ കർത്താവിന് രാവും പകലും അത് നീതിയില്ലാത്ത കാര്യസ്ഥനാണ്. അയാളെ കൊണ്ടിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് പോലും നീതി കൊടുത്ത ആ ഒരു ബോധ്യം പ്രാർത്ഥിക്കുന്ന ഓരോ മകനും ആൾക്കും ഉണ്ടാകണം. ക്യാൻസർ ആയാലും എയ്ഡ്സ് ആയാലും. ഞാനിവിടെ ഈ ഞണ്ടൊക്കെ നിരച്ച പോണ കാണുന്നുണ്ടായിരുന്നേ. അങ്ങനെയാണ് ഞാൻ ക്യാൻസർ എന്ന് പെട്ടെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ കണ്ടത് തൊടയും മുട്ടിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളുമാണ്. അപ്പം അസ്ഥിയാണോ മാംസമാണോ ക്യാൻസർ എന്ന് എനിക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനത് പറഞ്ഞു നിങ്ങളോട്, ക്യാൻസർ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം ക്യാൻസർ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ക്യാൻസർ ഉള്ളവർ എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യം ആ സമയം ക്യാൻസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വഴി മാതാവ് തുടങ്ങിയിരിക്കുകയാണ്. 2 സാക്ഷി ഇവിടെ കേട്ട്. ഇപ്പൊ ഈ മരിയന്ത അവസ്ഥ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇടവക്കാരനാണ്. അവസാന ദിവസം വരും. നിങ്ങൾക്കൊക്കെ വരാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചോറൊക്കെ തന്ന് വിടാം, ഒരു കുഴപ്പമില്ല. കാര്യം ആരാധനയ്ക്ക് വന്നിരിക്കും. ആരാധനയ്ക്ക് അത്രയും ആരാധന കൂടാൻ, അതായത് വെള്ളിയാഴ്ച ദിവസം 10 മനുഷ്യന്റെ വിശ്വാസം കൊണ്ട് വന്നിരുന്നത്. എപ്പോഴാണ് മെസ്സേജ് പറയണത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദി സ്പോട്ടിൽ അദ്ദേഹത്തിന് ഈശോ ആ സങ്കടവും രോഗവും എപ്പോഴും പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നതാണ് ഈ മനുഷ്യനെ. കരിവരി പിരിഞ്ഞ് താമസിക്കണ കാരണം 2 പേരും 2 സ്ഥലത്ത് ദുഃഖിതരാ. കാര്യം ഒരുമിച്ച് താമസിക്കുമ്പോൾ ദുഃഖം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ തീരുമില്ല. ഇപ്പം പകർന്ന് താമസിക്കുമ്പോൾ ദുഃഖം ഉണ്ടെങ്കിൽ അവനവൻ സഹിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ജീവിക്കുകയാണെങ്കിലും ദൈവം നമ്മുടെ മനസ്സോടുകൂടി നമ്മൾ ആരെ സ്നേഹിച്ചു ആരുമായിട്ട് സഹിത്യമായിരിക്കുന്നു അവരെയും നമ്മൾ വഴി ഈശോ സുഖപ്പെടുത്തും പ്രാർത്ഥനയിൽ. അപ്പം നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, എന്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.